ഒട്ടും പാഴാകാതെ തടി അറുത്തെടുക്കുക എന്നതൊരു കലയാണ്. എന്നാൽ അത് നേരെ തിരിച്ചായാൽ വലിയ തടി കൊണ്ടുപോലും പ്രയോജനം ഉണ്ടാകാറില്ല. മരം മുറിച്ച് വർഷങ്ങളോളം ഇട്ടാൽ മാത്രമേ വെള്ളം വലിഞ്ഞ് തടി ഉണങ്ങുകയുള്ളൂ. ചെലവ് കുറച്ചും ഈട് നിൽക്കുന്ന രീതിയിലും തടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി തടിവില കൂട്ടിയിട്ടില്ല. മഹാഗണിയുടേതടക്കം തടിവില കുത്തനെ ഇടിഞ്ഞു. അതേസമയം പുതുതായി നിർമ്മിക്കുന്ന വീടുകളിൽ തടിയുടെ ഉപയോഗം ഗണ്യമായി കുറയുകയും ചെയ്തു. 2 കാരണങ്ങളാണ് ഈ ഒരു വിരോധാഭാസത്തിന് പിന്നിൽ. ഒന്ന്, പണിക്കൂലി ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതും നല്ല പണിക്കാരെ കിട്ടാനില്ലാത്തതും. എന്നാൽ മറ്റൊന്ന്, വീട് പണിക്ക് പഴയതുപോലെ സമയം നീക്കിവെക്കാനില്ലാത്തതും റെഡിമെയ്ഡ് മെറ്റീരിയലുകളുടെ ലഭ്യത കൂടുതലുമാണ്. ബഡ്ജറ്റ് നിയന്ത്രിച്ചും കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരും സ്വാഭാവികമായി മറ്റ് വഴികൾ സ്വീകരിക്കും. കൃത്യമായ മുന്നൊരുക്കവും അധ്വാനിക്കാനുള്ളൊരു മനസ്സുമുണ്ടെങ്കിൽ പണം പാഴാക്കാതെ തന്നെ വീട് നിർമ്മാണത്തിൽ തടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ശ്രദ്ധാപൂർവം തടി ഉപയോഗിച്ചാൽ തടിയോളം ഗുണനിലവാരമുള്ളതും ആരോഗ്യകരവുമായ നിർമ്മാണ വസ്തുക്കൾ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. വീട് പണിയുടെ ഉപയോഗത്തിനായി സ്വന്തമായി മരം ഉണ്ടെങ്കിലും അതെല്ലാം മരം വാങ്ങി തടി അർപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശമെങ്കിലും കുറഞ്ഞത് 15 മാസം മുൻപെങ്കിലും അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മരം മുറിച്ച് വർഷങ്ങളോളം ഇട്ടാൽ മാത്രമേ വെള്ളം വലിഞ്ഞ് തടി ഉണങ്ങുകയുള്ളൂ. അതല്ല പച്ചത്തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രതീക്ഷിച്ചത്ര ഗുണമേന്മ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. മാത്രവുമല്ല പിന്നീട് തടിക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അർപ്പിച്ച തടി വർഷങ്ങളോളം അടുക്കി സൂക്ഷിച്ച ശേഷമാണ് വീട് പണിക്ക് ഉപയോഗിച്ചിരുന്നത്. വെയിലും തണുപ്പുമേറ്റ് നാച്ചുറൽ സീസണിങ് പ്രോസസ്സ് വഴി തടി ഉണങ്ങി ബലപ്പെടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ വാതിൽ, ജനൽ, ക്യാബിനറ്റ്, കബോർഡ്, ഫർണിച്ചർ തുടങ്ങിയവയ്ക്കൊക്കെ എത്രത്തോളം തടി ആവശ്യമുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ കണക്ക് ശേഖരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചെലവും പണിസമയം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നു. സ്വന്തമായി മരമില്ലെങ്കിൽ മരം വാങ്ങിക്കുകയോ മില്ലിൽ നിന്ന് തടി വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് മൂപ്പത്തേതും കേടുപാടില്ലാത്തതുമായ തടികൾ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് വിദഗ്ധനായ ഒരു ആശാരിയും കൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും. മരം മുറിപ്പുകൂലി, കയറ്റുകൂലി, അറപ്പുകൂലി തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്ത് വേണം ചിലവ് നിശ്ചയിക്കാൻ. മില്ലിൽ നിന്നോ ഗവൺമെൻറ് ഡിപ്പോയിൽ നിന്നോ നമുക്ക് തടികൾ വാങ്ങിക്കാവുന്നതാണ്. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ തടിയുടെ അളവും ചെലവും സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നു. അത്യാവശ്യത്തിന് വണ്ണവും വളവുകളില്ലാത്തതുമായ തടികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒട്ടും പാഴാകാതെ തടി അറുത്തെടുക്കുക എന്നതൊരു കലയാണ്. വൈദഗ്ധ്യത്തോടെ കൈകാര്യം ചെയ്താൽ ചെറിയ തടിയിൽ നിന്ന് വേണം പരമാവധി ഉരുപ്പടി ലഭിക്കും. എന്നാൽ അത് നേരെ തിരിച്ചായാൽ വലിയ തടി കൊണ്ടുപോലും പ്രയോജനം ഉണ്ടാകാറില്ല. ആവശ്യമായ ഉരുപ്പടിയുടെ എണ്ണവും അളവും കണക്കാക്കി അതിനനുസരിച്ച് വേണം തടി അറുക്കാൻ. അറുത്തെടുത്ത തടി നേരിട്ട് വെയിൽ കൊള്ളാതെയും കാറ്റ് കടക്കാത്തയും രീതിയിൽ അടുക്കി വേണം സൂക്ഷിക്കാൻ. ഇല്ലെങ്കിൽ തടി വളയാനും പുളയാനും സാധ്യത കൂടുതലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, പപ്പുവ ന്യൂഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കട്ടിലകളുടെയും പലകളുടെ രൂപത്തിൽ അറുത്തെടുത്ത തടികൾ ഇന്ന് ലഭ്യമാണ്. സീസൺ ചെയ്ത തടികളാണ് സെമി ഫിനിഷ്ഡ് രീതിയിൽ എത്തുന്നത്. വളരെ കുറച്ചേ പാഴാവൂ എന്ന മെച്ചവുമുണ്ട്.